വരെ ഇരിക്കും മൊത്തം അത് ഞാൻ വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കാൻ. ഇത് ടെക്സ്റ്റ് ബുക്ക് മൊത്തം റെഫർ ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതിൽ. മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുന്നുണ്ട് അതിൽ ക്വസ്റ്റ്യൻസ്. വാങ്ങിച്ചിരുന്നോ നിച്ചു? ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ അതുകൂടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുണ്ട് അതിന്ന് ക്വസ്റ്റ്യന്. ഹെൽപ്ഫുൾ ആയിട്ട് കുറച്ചുള്ളൂ ക്വസ്റ്റ്യൻസ് ഈസിയാണ്, എളുപ്പമാണ്. അതായത് ഒരുപാട് ലെങ്തി അല്ല ഓരോ മോഡ്യൂൾസിലെ ചാപ്റ്റർ. പഠിക്കാൻ ഈസിയാണ്, കൊറേ വാരി വലിച്ചൊന്നുമില്ല. ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയോ? ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. കുറച്ച് 2-3 ചാപ്റ്റർ കവർ ചെയ്തപ്പോ തോന്നി. അത് മാത്രമല്ല, നമ്മൾ അത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, കാരണം നമുക്ക് ആ ചാപ്റ്ററിനെ കുറിച്ച് എന്താണെന്നുള്ള ഐഡിയ കിട്ടണമല്ലോ. വെറുതെ ബൈഹാർട്ട് പഠിച്ചിട്ട് കാര്യമല്ലോ. ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് നോക്കിയിട്ട് അത് നോക്കി ഓക്കെ ആയിരിക്കും. ആരൊക്കെയാ വാങ്ങിച്ചിട്ടുള്ളത്? ആരും വാങ്ങിയിട്ടില്ലേ? വാങ്ങിയിട്ടില്ലടാ, ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇല്ല, കൊറേ പേര് വാങ്ങിച്ചിട്ടുണ്ട്. അനിലക്കൊക്കെ കിട്ടിന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ലിഷിനൊക്കെ പറഞ്ഞില്ലേ, ലിഷിനെ കിട്ടീന്ന് നോക്കിന്ന്. നിങ്ങളെല്ലാരും ഇത് 7 ദിവസം പിടിക്കും. 550 രൂപ കൊടുത്തിട്ടാണ് 7 ദിവസം പിടിക്കും. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ കിട്ടും. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ 10 രൂപ ഇൻക്രിമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. 560 ആരെങ്കിലും വാങ്ങിയവരുണ്ടാ ഇപ്പൊ ഇതില് ഓൺലൈനിലുണ്ടാ? നിറ്റൂസ് വാങ്ങിയിട്ടുണ്ട്, അവൾക്ക് കിട്ടിന്ന് പറഞ്ഞു. എനിക്ക് ഇന്നലെ കിട്ടി. 4 ദിവസത്തിനുള്ളിൽ കിട്ടും. സ്പീഡ് പോസ്റ്റ് കൊടുത്തേക്കണേ. ചാപ്റ്റർ വൈസ് ആയിട്ടാണ് കൊടുത്തേക്കണ ക്വസ്റ്റ്യൻസ്. നമ്മ മോക്ക് ടെസ്റ്റിലൊക്കെ അറ്റൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ഓരോ ചാപ്റ്റർ ഓർഡർ ആയിട്ടല്ല വന്നേക്കണത്. ഓരോ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ്, അതായത് റാൻഡ് ആയിട്ടാണ് ഓരോ ചാപ്റ്റർ കൊടുത്തേക്കണത്. ഇപ്പൊ 9ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞിട്ട് പിന്നെ 12, പിന്നെ 11 അങ്ങനെയൊക്കെയാണ് വന്നേക്കണത്. കാരുണ്യ ഓർഡർ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഓർഡർ കൊടുത്തിട്ടില്ല. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. വന്നിട്ട് കുറച്ചേരായി തോന്നുന്നു. അത് മാം ഒരു ഗൈഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇതിന്റെ ഒരു സമ്മറൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അതിന്നാണ് മോസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. അപ്പൊ അത് പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗ്രൂപ്പിൽ കാണുന്നുണ്ട്. അപ്പൊ അത് ജെന്യൂൻ ആണോ, എന്താണ് അത്, ബിസിനസ് ആയിട്ടാണോ എന്താന്ന് അറിയാൻ വേണ്ടിട്ട് ജസ്റ്റ് ഞങ്ങൾ സംസാരിച്ചത്. നമ്മളെല്ലാരും കാണുന്നത് ഇപ്പൊ മാത്രല്ല, അല്ലാതെ നമ്മൾ ആരും പരസ്പരം കാണുന്നില്ലല്ലോ. നെച്ചൂസ് എന്നാണോ പേര്? എന്താ പേര്? നെച്ചൂസ് തന്നെയാണ്. ഓക്കെ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പേഴ്സണൽ പോളിസി? പേഴ്സണൽ പോളിസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ നിച്ചു. ഞാനിപ്പോ പുറത്താണ് മാം, വീട്ടിലില്ല. വീട്ടിലില്ലേ? ഓക്കെ. ആരാ പറയാ? ഞാൻ പറഞ്ഞോളാം മാം. പറഞ്ഞോളൂ. അത് ക്ലിയർ ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. അതുപോലെ എല്ലാവർക്കും വായിച്ചാലും എല്ലാ പേഴ്സൺസിനും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. പിന്നെ അത് റിട്ടേൺ ഫോമിലാണ് എഴുതിയിട്ടുണ്ടാവണം. അതുപോലെ ലോക്കൽ ലാംഗ്വേജിലും റിട്ടേൺ ഇംഗ്ലീഷിലും അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ ലാംഗ്വേജിലും കൂടെ എഴുതിയിട്ടുണ്ടാവണം. പിന്നെ അത് എല്ലാവരുടെയും താല്പര്യമുള്ളവർക്കും അതുപോലെ ഇല്ലാത്തവർക്കും അവരോടും പറഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കണം. പിന്നെ അതൊരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ പ്രിസർവ് ചെയ്തിട്ട് വേണം സൂക്ഷിക്കാനായിട്ട്. അതുപോലെ അതിന് റീസണബിളി സ്റ്റേബിൾ ആണ്, റിജിഡ് അല്ലാത്ത ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അതിന്റെ വളരെ കെയർഫുൾ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് അവൈലബിൾ ഫാക്ട്സ് ആണ് അതെല്ലാം. അതുപോലെ ഇത് ഓർഗനൈസേഷന്റെ ത്രൂ ഔട്ട് ആയിട്ട് യൂണിഫോം ആയിട്ടാണ് ഇത് ഉണ്ടാവുക. അതുപോലെ 2-way കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലുള്ള 2-way കമ്മ്യൂണിക്കേഷൻ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, പിന്നെ അടുത്തത് എന്താണ് ജോബ് അനാലിസിസ്? ജോബ് അനാലിസിസ് എന്ന് ആരെങ്കിലും ഒന്ന് പറയാമോ? ജോബ് അനാലിസിസ് ആരാ പറയാം? അതൊരു ഞാൻ പ്രോസസ്. ജിംഷിനെ പറയട്ടെ മോളെ, കരുണെ ആ ഒരു ജിംഷിനെ പറയട്ടെ. പർട്ടിക്കുലർ ജോബിനെ കുറിച്ചുള്ള റെലവെന്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഇതിലുണ്ടായിരിക്കും. പിന്നെ എന്തൊക്കെ ടാസ്കുകൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, പിന്നെ എന്തൊക്കെ ആ ജോബ് പെർഫോം ചെയ്യാൻ ആവശ്യമായ നോളജ്, സ്കില്ല് എത്രത്തോളം ആവശ്യമുണ്ട്, റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ ആ ജോബ് സക്സസ്ഫുൾ ആയിട്ട് പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എബിലിറ്റീസ് എന്തൊക്കെയാണ്. ഇതാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇടയ്ക്കൊക്കെ ചോദിക്കണമല്ലോ, നിങ്ങള് വല്ലതൊക്കെ അറിയുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയണ്ടേ, അതുകൊണ്ട് ജസ്റ്റ് ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ മാം. ഒക്കെ ചോദിക്കുമായിരുന്നു ഞാൻ എപ്പോഴും, പക്ഷെ ഇപ്പൊ നമുക്ക് സമയം കുറവായതുകൊണ്ട് ചോദിക്കാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഇടയ്ക്കൊക്കെ ചോദിക്കോട്ടെ ഞാനിങ്ങനെ. ഓക്കെ, അപ്പൊ നമുക്കിനി കണ്ടിന്യൂ ചെയ്യാം. റിക്രൂട്ട്മെന്റ് എടുത്തിട്ടില്ലല്ലോ, ഇനി റിക്രൂട്ട്മെന്റ് തുടങ്ങിയല്ലേ കണ്ടിന്യൂ ചെയ്യാനുള്ളത്. മാൻ പവർ പ്ലാൻ കമ്പോണന്റ് വരെയായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നേ. ഓക്കെ, നമുക്ക് റിക്രൂട്ട്മെന്റ് ഒന്ന് നോക്കാം. Recruiting means the discovering of talented applicants for actual or expected organizational vacancies. Recruitment is the process of attracting potential employees and encouraging them to apply for the jobs in an organization. Recruitment has been considered as the most important function of personnel administration because unless the right type of people is hired, even the best plans, organizational charts and control system would not do much good. It is often termed positive in that it persuades people to apply for jobs to enhance the hiring ratio. The number of applicants for a job selection on other hand tends to be negative because it refuses a good number of those who apply, leaving only the best to be hired. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാല് അതായത് ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുക, അല്ലെങ്കിൽ പ്രതീക്ഷിതമായിട്ടുള്ള ഒഴിവുകൾ ഉണ്ടാവും അല്ലെ, ഒരു സ്ഥാപനത്തിലാകുമ്പോൾ വേക്കൻസീസ് ഉണ്ടാവും. ആ വേക്കൻസീസിലേക്ക് വേണ്ടിയിട്ട് ടാലന്റഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ കണ്ടെത്തുക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നും കൂടി പറയാം, ഒരു സ്ഥാപനത്തില് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒഴിവുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യമായിട്ട് ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, റിക്രൂട്ട്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ ആളുകളെ നമ്മൾ എൻകറേജ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ അട്രാക്ട് ചെയ്യാണ്. ആളുകളോട് നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരസ്യങ്ങളോ മുഖേനയോ ഒക്കെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ കൊടുക്കുമല്ലോ, വേക്കൻസീസ് ഉണ്ടെന്ന് നമ്മൾ അറിയിക്കുമല്ലോ. അപ്പൊ ആളുകളെ എന്ത് ചെയ്യാണ്, അവർ അട്രാക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിനകത്ത് എൻകറേജ് കൂടി നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ. ദെൻ അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തെ അപേക്ഷിച്ച് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, റിക്രൂട്ട്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തനം ഉണ്ടാവുക. അതിന് അതായത് ഒരു സ്ഥാപനത്തിൽ ഇപ്പൊ കുറെ അധികം ഓർഗനൈസേഷൻ ചാർട്ടുകളോ അല്ലെങ്കിൽ എന്താ പറയാ ബെസ്റ്റ് പ്ലാനോ ഉണ്ടായിട്ട് കാര്യമില്ല. അവിടെ പ്രോപ്പർ ആയിട്ട് റിക്രൂട്ട്മെന്റ് നടന്നാൽ മാത്രമാണ് ആ സ്ഥാപനത്തിന് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് അതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വശം കൂടിയാണ്. ദെൻ ആളുകളെ നമ്മൾ കണ്ടെത്തുമ്പോൾ, റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ ആളുകളെ നമ്മൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക, ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റിലൂടെ തിരഞ്ഞെടുക്കുക. ആളുകളുടെ പരമാവധി കഴിവില്ലാത്ത ആരെങ്കിലും ഒരു സ്ഥാപനത്തിൽ എടുക്കോ? ഒരിക്കലുമില്ല അല്ലെ. കഴിവുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് ബാലൻസ് വരുന്ന ആളുകളെ റിഫ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എന്ത്, റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ഇന്റർവ്യൂസിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും അല്ലെ.
ചുരുക്കം ചില ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യുക ഇന്റർവ്യൂസിന് സെലക്ട് ചെയ്യുക. ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യുക അവര് പറഞ്ഞു വിടുക ചെയ്യുക. ദാറ്റ് ഈസ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലെ പ്രധാനപ്പെട്ട ഘടകമാണെന്ത് ആളുകളെ തിരഞ്ഞെടുക്കുന്നതും ബാലൻസ് വരുന്ന ആളുകളെ റെഫ്യൂസ് ചെയ്യുന്നതും. ഓക്കെ, അപ്പൊ ആദ്യത്തെ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. റിക്രൂട്ടിംഗ് മീൻസ് ദ ഡിസ്കവറിംഗ് ഓഫ് ടാലന്റഡ് ആപ്ലിക്കൻസ് ഫോർ ആക്ച്വൽ ഓർ എക്സ്പെക്ടഡ് ഓർഗനൈസേഷണൽ വേക്കൻസീസ്. ക്ലിയർ ആയോ? അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ്. എന്തൊക്കെ ഫാക്ടറുകളാണ് റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്നത്? ധാരാളം ഫാക്ടേഴ്സ് ഉണ്ട്. റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ധാരാളം ഘടകങ്ങൾ ഉണ്ട്. എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഒരു റിക്രൂട്ട്മെന്റിൽ എന്തൊക്കെ ഘടകങ്ങളാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ദ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ വലിപ്പം റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, സ്ഥാപനം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ വലിയ ഹോസ്പിറ്റൽ ഉണ്ടാവും, ചെറിയ ഹോസ്പിറ്റൽ ഉണ്ടാവും അല്ലെ. വലിയ ഹോസ്പിറ്റല് ഓൾമോസ്റ്റ്, അതായത് ധാരാളം സ്റ്റാഫുകളെ നമുക്ക് ആവശ്യമായിട്ട് വരും. എന്നാൽ ചെറിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ അത്രയധികം സ്റ്റാഫുകളെ നമുക്ക് ആവശ്യമായിട്ട് വരില്ല. അപ്പോ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ ധാരാളം സ്റ്റാഫുകൾ വേണം, അതിനനുസരിച്ചുള്ള വേക്കൻസി ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. റിക്രൂട്ട്മെന്റും അങ്ങനെയാണ് നടത്തുന്നത്. ഓക്കെ, ഒരു പുതിയ സ്ഥാപനമാണെന്ന് വിചാരിക്കുക. ഒരു പുതിയ സ്ഥാപനം വലിയ രീതിയിൽ തുടങ്ങി എന്ന് വിചാരിക്കുക. ധാരാളം ആളുകൾ അത് റിക്രൂട്ട് ചെയ്യും. പക്ഷെ ഒരു ചെറിയ സ്ഥാപനമാണെങ്കിൽ അവിടുത്തെ വേക്കൻസി എന്ന് പറയുന്നത് ചിലപ്പോൾ കുറവായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോ അങ്ങനെയുള്ള റിക്രൂട്ട്മെന്റ് അവിടെ നടക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സൈസ് എന്ന് പറയുന്നത്, ഓർഗനൈസേഷന്റെ സൈസ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യും പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ്, കണ്ടീഷൻ ഓഫ് ദ employment in the community where the organization is located. ഇനി ഓർഗനൈസേഷൻ ലൊക്കേറ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഒരു ടൗണിലാണ്, ഒരു സിറ്റിയിലാണ് ഒരു ഹോസ്പിറ്റൽ എങ്കിൽ എന്താണ്, അവിടെ ധാരാളം ആളുകൾ ചികിത്സയ്ക്കായിട്ട് എത്തും അല്ലെ. അപ്പൊ അവിടെ ധാരാളം സ്റ്റാഫുകളുടെ ആവശ്യം അവിടെ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ അവര് ധാരാളം ആളുകളെ റിക്രൂട്ട് ചെയ്യും. ഇനി അതേ സമയം തന്നെ ഒരു ചെറിയ റൂറൽ ഏരിയ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ആ ലൊക്കാലിറ്റിയിലുള്ള ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യുക, ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരിക അല്ലെ. അപ്പോ അവിടെയുള്ള ഒഴിവുകൾ അല്ലെങ്കിൽ അവിടെ വരുന്ന രോഗികൾ എന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കും, ആ ലൊക്കാലിറ്റിയിലുള്ളവർ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ അധികം വേക്കൻസീസ് വരുന്നില്ല, റിക്രൂട്ട്മെന്റ് അധികം നടത്തുന്നുമില്ല. അപ്പോ സ്ഥാപനം നിലനിൽക്കുന്ന അല്ലെങ്കിൽ സ്ഥാപനമുള്ള ആ ഒരു ലൊക്കാലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ലൊക്കാലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, റിക്രൂട്ട്മെന്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. Then മൂന്നാമത്തെ പോയിന്റ്, the result of past recruiting efforts which show the organization's capacity to locate and keep good performing people. അതുപോലെ തന്നെ സ്ഥാപനം മുൻകാലങ്ങളിൽ എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്നത്, ആ ഒരു ഫാക്ടർ ഇതിനകത്തോട്ട് വരുന്നുണ്ട്. സ്ഥാപനം ചിലപ്പോ മുൻ വർഷത്തെ എങ്ങനെയാണ് എംപ്ലോയീസിനെ അവരെങ്ങനെയാണ് തെരഞ്ഞെടുത്തത്, എത്ര പേരെ തെരഞ്ഞെടുത്തു, എങ്ങനെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ വരുന്നത്, അവരെങ്ങനെയാണ് റിക്രൂട്ട് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ കൂടിയാണ്. നാലാമത്തെ പോയിന്റ്, working atmosphere and salary and benefit packages offered by the organization which many influence turnover and demand future recruiting. അത് മാത്രമല്ല വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ റിക്രൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് എത്ര സാലറിയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എത്ര ബെനിഫിറ്റുകൾ അവർക്ക് കൊടുക്കുന്നുണ്ട്, അതിന്റെ എത്രയാണ് അതിന്റെ അളവ്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതായത് ഫ്യൂച്ചർ ഡിമാൻഡ് ആണത്. എത്ര സാലറി കൊടുക്കുന്ന ആളുകൾ അതിനനുസരിച്ചിട്ടുള്ള വരുള്ളൂ. തീരെ ശമ്പളം കുറഞ്ഞൊരു സ്ഥലത്ത് ആളുകൾ ജോലി ചെയ്യാനായിട്ട് താല്പര്യപ്പെടും. പണ്ടത്തെ പോലെ 3000-4000 രൂപയ്ക്കൊക്കെ ആളുകൾ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുമോ? ഒരിക്കലും ഇല്ല അല്ലെ. ആളുകൾ ലക്ഷങ്ങളൊക്കെയാണ് ഓരോ പോസ്റ്റിനുമായിട്ട് ചോദിക്കുന്നത്. അപ്പോ റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങളിൽ എത്രയാണ് സാലറി കൊടുക്കുന്നത്, അവർ കൊടുക്കുന്ന ബെനിഫിറ്റുകൾ, ചിലവര് അക്കോമഡേഷൻ ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നവരൊക്കെ ഉണ്ടാകാം, അല്ലാത്തവരുണ്ടാവാം.
അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക റിക്രൂട്ട്മെന്റ് നടത്തുക. ഓക്കെ. Then fifth point, growth rate of organization. വിത്തില്ല ട്ടോ അവിടെ, ഗ്രോത്ത് റേറ്റ് മാത്രമാണ് ട്ടോ. ഗ്രോത്ത് റേറ്റ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാല് ഓർഗനൈസേഷന്റെ വളർച്ചാ നിരക്ക്. നല്ല ഗ്രോത്ത് ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അത് റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നല്ല രീതിയിൽ ഡെവലപ്പ് ആയി വരുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ. Then sixth point, the level of seasonality of operations and the future expansion and production programmers act. അതായത് ഇവിടെ ലെവൽ ഓഫ് സീസണാലിറ്റി ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മള് ചില സമയത്തൊക്കെ ഷോപ്പുകളിലൊക്കെ നോക്കിയാല്, ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ നോക്കിയാല് സീസണില് അവിടെ കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സീസണിന് തൊട്ട് മുമ്പ്, ഇപ്പൊ ക്രിസ്മസ് സീസൺ ആണ് അല്ലെ, ടെക്സ്റ്റൈൽസിലൊക്കെ നോക്കിയാൽ ധാരാളം തിരക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ഓണത്തിന്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ ടെക്സ്റ്റൈൽസിലൊക്കെ ഏറ്റവും കൂടുതൽ തിരക്കൊക്കെ അനുഭവപ്പെടുന്നത്. അപ്പോൾ അവിടെ ആളുകളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ അധികമായിട്ട് നിയമിക്കും. ഇപ്പൊ ഹോസ്പിറ്റലിലുണ്ട് അങ്ങനെ തന്നെ ഒരു സീസൺ സമയം ഉണ്ടല്ലോ ഹോസ്പിറ്റൽ സീസൺ സമയം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ, അതായത് റെയിനി സീസണിലാണ്. കാരണം ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ആളുകൾക്ക്, നമ്മുടെ കുഞ്ഞുമക്കൾക്കായാലും അല്ലെങ്കിൽ വലിയവർക്കായാലും ഏറ്റവും കൂടുതൽ രോഗങ്ങൾ പിടിപെടുന്ന ഒരു സമയമാണ് റെയിനി സീസൺ എന്ന് പറയുന്നത്. ആ സമയത്ത് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകളെ റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ സീസണിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അപ്പോ സീസണിൽ വരുന്ന ഇങ്ങനെയുള്ള രോഗങ്ങളും അതുപോലെ തന്നെ സീസണിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളും ഒക്കെ എന്താണ് ഈ ഒരു റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്നത്. ദെൻ കൾച്ചറൽ, ഇക്കണോമിക് ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ് എക്സെട്ര. അതുപോലെ തന്നെ ഒരു സ്ഥാപനം ആവുമ്പോൾ കുറേയധികം കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്തുടരുന്ന സ്ഥാപനങ്ങളുണ്ട്, ഇക്കണോമിക് ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ് ഒക്കെ പിന്തുടരുന്ന സ്ഥാപനങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുവാണെങ്കിൽ ഇപ്പൊ ഓരോ സ്ഥാപനങ്ങളും ഇപ്പൊ റിലീജിയൻ ബേസ് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അവര് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എങ്ങനെയാണ്, അതായത് അവരുടെ റിലീജിയന് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക റിക്രൂട്ട്മെന്റ് നടത്തുക. നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ അത് പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ബിസിനസ് സ്ഥാപനങ്ങളിലും ഒക്കെ എന്താണ് ആ ഒരു ഇത് നോക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞാണ് കേട്ടോ. ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന് കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങള്, അതുപോലെ ഇക്കണോമിക്, ലീഗൽ ഫാക്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, ക്ലിയർ ആണോ? 7 പോയിന്റ് പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ? ഓക്കെ. അടുത്തത് സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് പറയാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ റിക്രൂട്ട്മെന്റ് പോളിസിയാണ്. ഒരു 5 സ്റ്റെപ്പുകൾ ഉണ്ട് നമുക്ക്, 5 എലമെന്റ്സ് ഉണ്ട് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്. 5 എലമെന്റ്സ് ആണുള്ളത്. അതിനകത്ത് ആദ്യത്തെ എലമെന്റ്സ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് പോളിസിയാണ്. റിക്രൂട്ട്മെന്റ് പോളിസി ഈസ് എ ഡിക്ലറേഷൻ ഓൺ ഹൗ യു ഹയർ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. A recruitment policy is a declaration on how you hire. എന്താണ് അവിടെ പറയുന്നത്? അതായത് ആളുകളെ എങ്ങനെ ജോലിക്ക് എടുക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രഖ്യാപനമാണ് റിക്രൂട്ട്മെന്റ് പോളിസി. നമ്മൾ ധാരാളം ആളുകളെ ജോലിക്ക് എടുക്കുമല്ലോ. അപ്പൊ എങ്ങനെയാണ് അവരെ ജോലിക്ക് എടുക്കുന്നത്, അതിനുള്ളൊരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനത്തിനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It defines your company's preferred hiring practices and encourage consistency within your employee recruitment process. Such a policy declares the objectives of the recruitment and provides a framework of implementation of the recruitment program in the form of procedures. In its broad sense, a recruitment policy sense involves a commitment by the employer to such general principles as. Okay.
അപ്പൊ ഞാൻ പറഞ്ഞു ആളുകളെ എങ്ങനെ ജോലിക്ക് എടുക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രഖ്യാപനമാണ് എന്ത് റിക്രൂട്ട്മെന്റ് പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിക്രൂട്ട്മെന്റ് പോളിസിയിൽ കമ്പനിയുടെ ഹയറിംഗ് പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എങ്ങനെയാണ് അവിടെ ഹയർ ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിക്രൂട്ട്മെന്റ് പോളിസിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ എംപ്ലോയീസിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ സ്ഥിരത പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് ആളുകൾ അവിടേക്ക് വരണമല്ലോ, അതായത് ഈ ജോലിക്കായിട്ട് വരണമല്ലോ, അതിനു വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പോളിസി കൂടിയാണ് എന്ത് റിക്രൂട്ട്മെന്റ് പോളിസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് പോളിസിയിൽ അതിന്റെ എയിംസ് എന്താണെന്ന് പ്രൊക്ലെയിം ചെയ്യുന്നുണ്ട്. റിക്രൂട്ട്മെന്റ് പോളിസി എന്താണ്, അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ നടപടിക്രമങ്ങളുടെ രൂപത്തിൽ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂട് നൽകുന്നു. അതായത് ധാരാളം പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഇത് എങ്ങനെ നടപ്പിലാക്കണം, എങ്ങനെയാണ് ആളുകളെ എടുക്കുന്നത്, എങ്ങനെ അവരെ അപ്പോയിന്റ് ചെയ്യണം, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ, കുറെ നിയമാവലികൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ റിക്രൂട്ട്മെന്റ് പോളിസിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് അത് മാത്രമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് ബാക്കിയൊക്കെ അതിന്റെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ റിക്രൂട്ട്മെന്റ് പോളിസി ഈസ് എ ഡിക്ലറേഷൻ ഓൺ ഹൗ യു ഹയർ. ആളുകളെ എങ്ങനെയാണ് ജോലിക്ക് എടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിക്ലറേഷനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയാം. വ്യക്തമായിട്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ദെൻ റിക്രൂട്ട്മെന്റ് പോളിസിയിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചില പ്രിൻസിപ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതിന് കോമൺ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടു സെലക്ട് ആൻഡ് എംപ്ലോയ് ദ ബെസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺസ് ഫോർ ഈച്ച് ജോബ്. റിക്രൂട്ട്മെന്റ് പോളിസിയിലെ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓരോ ജോലിക്കും മികച്ച യോഗ്യതയുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് നിയമിക്കുക. ഓരോ ജോലിക്കും എന്ത് ചെയ്യണം, ബെസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക, തിരഞ്ഞെടുത്ത് അപ്പോയിന്റ് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് ടു എംപ്ലോയ് ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രോമിസിംഗ് ഓഫ് ദിസ് ഹയർഡ്. അതുപോലെ തന്നെ അപ്പോയിന്റ് ചെയ്തവരിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു 10-100 പേർക്ക് ഇന്റർവ്യൂ വെച്ച് കഴിഞ്ഞാൽ 20 പേരെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. 20 പേരില് ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ബെസ്റ്റ് സ്കില്ലുകളുള്ള ആളുകൾ ഉണ്ടാവും, അവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതാണ് രണ്ടാമത്തെ പോളിസി. ദെൻ 3 ടു ഓഫർ ഫേവറബിൾ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലൈഫ് ടൈം വർക്കിംഗ് കാരിയേഴ്സ് ആൻഡ്. അതായത് ലൈഫ് ടൈം കരിയറിന് ഫേവറബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നൽകുക. അതായത് അവർക്ക് അവിടെ ആജീവനാന്തം ആ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഒരുക്കി കൊടുക്കുക. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ, നാലാമത്തെ പോയിന്റ് ടു പ്രൊവൈഡ് പ്രോഗ്രാമേഴ്സ് ആൻഡ് ഫെസിലിറ്റീസ് ഫോർ പേഴ്സണൽ ഗ്രോത്ത് ഓൺ ദ ജോബ്. ജോലിയില് ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉള്ള സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതായത് ഓരോ വ്യക്തികൾക്കും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓരോ ആളുകൾക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്കില്ലുകൾ ഉണ്ടാകും. അത് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ വരുന്നത് കേട്ടോ. അപ്പൊ 4 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒന്ന് മാർക്ക് ചെയ്ത് പോവാ. റിക്രൂട്ട്മെന്റ് പോളിസി നമ്മള് റിക്രൂട്ട്മെന്റ് പോളിസീസ് ഡിക്ലറേഷൻ ഓൺ ഹൗ യു ഹയർ എന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയിന്റ് ചെയ്യേണ്ടത് 4 പ്രിൻസിപ്പിൾ ആണ്. ഏതൊക്കെയാണ്? ടു സെലക്ട് ആൻഡ് എംപ്ലോയ് ദ ബെസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺ ഫോർ ഈച്ച് ജോബ്. ജോലിക്ക് ആവശ്യമുള്ള ആളുകളെ, അതായത് കഴിവുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് സെലക്ട് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ അപ്പൊ തിരഞ്ഞെടുത്ത ആളുകളിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ളവരെ ഐഡന്റിഫൈ ചെയ്യുക. മൂന്നാമത്തത് അവർക്ക് ആജീവനാന്ത വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ലൈഫ് ടൈം കരിയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി പ്രൊവൈഡ് ചെയ്യുക. നാലാമത്തേത് അവരുടെ ഇൻഡിവിജ്വൽ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ ആയിട്ട് ഒന്ന് വായിക്കാം, നിങ്ങൾ എന്താണെന്നൊന്ന് വായിച്ചു നോക്കാം. റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ, ഫോർകാസ്റ്റ്, മാൻ പവർ ഡെവലപ്മെന്റ്, അത് വേണ്ട. റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷനും ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ് ഒന്ന് 2 മിനിറ്റ് വായിച്ചേ.
Okay, recruitment organization. There is no general procedure for hiring new staff, which is applicable to all business enterprises. Each enterprise has its customized procedure, which brings in it the desired quantity and quality of manpower at the minimum possible cost. അതായത് എല്ലാ ബിസിനസ് സംരംഭങ്ങൾക്കും, ഇവിടെ എന്റർപ്രൈസ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, അതായത് എല്ലാ സ്ഥാപനങ്ങൾക്കും, അതായത് ഹോസ്പിറ്റലുകൾക്കും, എല്ലാത്തരം ഹോസ്പിറ്റലുകൾക്കും ജനറൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഇല്ല ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നതിന്. ഓക്കെ, ജനറൽ ആയിട്ട് പുതിയ ജീവനക്കാരെ നിയമിക്കുമ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറോ നടപടിക്രമങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഓരോ ഹോസ്പിറ്റലിലും വ്യത്യസ്തമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഉണ്ടാവുക. ഒരു 10 ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ ആ 10 ഹോസ്പിറ്റലും ആളുകളെ ഹയർ ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പൊതുവായിട്ടുള്ള ഒരു രീതി ഇതിലില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് അങ്ങനെയല്ല, അവർക്കൊരു ചട്ടക്കൂട് ഉണ്ട്, അതിനനുസരിച്ചിട്ടാണ് ഹയർ ചെയ്യുക. നമ്മുടെ കേരള PSC അതിന് ഉദാഹരണമാണ്. അവർക്കൊരു പ്രൊസീജിയർ ഉണ്ട്, ആ പ്രൊസീജിയറിലൂടെ മാത്രമാണ് എന്ത് ചെയ്യുക, ആളുകളെ ഹയർ ചെയ്യുക. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഓരോ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനും എന്ത് ചെയ്യുന്നത്, ആളുകളെ ഹയർ ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഇവർ ഹയർ ചെയ്യുന്നത്? ഏറ്റവും കുറഞ്ഞ ചെലവിലാണ് എന്ത് ചെയ്യുക, ആളുകളെ അപ്പോയിന്റ് ചെയ്യുക അല്ലെങ്കിൽ ആളുകളെ ഹയർ ചെയ്യുക. അതായത് എപ്പോഴെപ്പോഴും ഒന്നും റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടത്തില്ല, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റുകൾ നടത്തില്ല. ചിലപ്പോൾ വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ വർഷത്തിൽ 2 തവണയോ ആയിരിക്കും എന്ത് ചെയ്യുക, റിക്രൂട്ട്മെന്റ് നടത്തുക. പ്രതീക്ഷിത ഒഴിവിലേക്കാണ് നടത്തുക. അതായത് അവർക്ക് അറിയാനായിട്ട് പറ്റും ഇത്ര വേക്കൻസി ഇവിടെ ഒഴിവുണ്ടാകും, അതിനനുസരിച്ച് ആളുകളെ എടുക്കുകയാണ് ചെയ്യുക. എപ്പോഴെപ്പോഴും ആളുകൾ റിസൈൻ ചെയ്തു പോകുന്നത് പ്രമാണിച്ചോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ മേടിച്ചു പോകുന്നത് പ്രമാണിച്ചോ ഒന്നും എന്ത് ചെയ്യില്ല, മാസാമാസങ്ങളിൽ എന്ത് ചെയ്യില്ല, അവര് റിക്രൂട്ട്മെന്റ് നടത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോ പ്രതീക്ഷിത ഒഴിവുണ്ടെങ്കിൽ ഒരു സമയം, ഒരു വർഷത്തില് ഒരു ടൈം അല്ലെങ്കിൽ 2 ടൈമിലൊക്കെ എന്താണ് ഇന്റർവ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുക. അതുപോലെ തന്നെ അപ്പൊ അത് അവരുടെ കോസ്റ്റ് കുറക്കുക ചെയ്യുക. നമുക്കറിയാലോ, ഇന്റർവ്യൂ എത്തിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അവിടെ മെച്ചപ്പെട്ട ജോലി ചെയ്യുന്ന ആളുകളായിരിക്കുള്ളൂ. അവിടുത്തെ ടൈം പോകും, അവരുടെ ടൈം പോകും, മാത്രമല്ല അവരുടെ ജോലികൾ പെയിന്റിങ് വരും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ എന്താണ് കോസ്റ്റ്, എന്താ പറയാ, കുറച്ച് ചെലവ് കൂടിയ പരിപാടികളാണ് അതൊക്കെ. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ ചെലവ് കുറയ്ക്കുന്ന മാർഗങ്ങൾ കൂടിയാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ചെലവ് കുറച്ചും നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ആയിരിക്കും അവര് ആളുകളെ എടുക്കുക. ഓക്കെ, ചെലവ് കുറവായിരിക്കുള്ളൂ. നമ്മള് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഏറ്റവും ചെലവ് കുറഞ്ഞ് നമ്മുടെ വീട്ടിലൊക്കെ ഇൻകം, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ചെലവ് കുറച്ച കാര്യമില്ല നമ്മൾ ചൂസ് ചെയ്യുക. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യും, ചൂസ് ചെയ്യും അല്ലെ. ഓക്കെ ഓക്കെ, ഏതാണ്? ഹയർ ചെയ്യാണോ? നിയമിക്കുകയാണ് കേട്ടോ. ഹയർ ചെയ്യുക, നിയമിക്കുക. പുതിയ ജീവൻ അതായത് എല്ലാ ബിസിനസ് സംരംഭങ്ങളും എല്ലാ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും ഒരുപോലെയല്ല അവരുടെ പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള പ്രൊസീജിയേഴ്സ് ഉള്ളത്. പലർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഉള്ളതെന്നാണ് ഇവിടെ ചുരുക്കി പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കാട്ടെ നമുക്ക്. ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ്. മിനിമം പോസിബിൾ കോസ്റ്റ് സാലറിയാണ്.
പോസ്റ്റ് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, ആളുകൾക്ക് സാലറി കൊടുക്കുന്നല്ല ഉദ്ദേശിക്കുന്നത്. അവർ ഹയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതിനകത്ത് അവർ ചെലവ് കുറയ്ക്കും എന്നാ പറയുന്നത്. അതായത് ഇപ്പോ എപ്പോഴും ഇന്റർവ്യൂസ് ഒക്കെ നടത്തുന്ന അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റുകളൊക്കെ നടത്തുന്നവർക്ക് ചെലവ് കൂടിയിട്ടുള്ള കാര്യമല്ലേ. കമ്പനികൾ അവരുടെ എഫേർട്ട് എടുത്തിട്ടല്ലേ ഓരോ ആളുകളെ നിയമിക്കുന്നത്. പാനലിൽ ഇരിക്കുന്ന ആളുകളുടെ സമയം, പിന്നെ പുറത്തുനിന്നൊക്കെ ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഇന്റർവ്യൂസിന് അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അവർക്ക് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ. അപ്പോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ ചെലവിലാണ് അത് ചെയ്യാന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടത്തുമ്പോൾ ഏറ്റവും കുറഞ്ഞ ചെലവില് എന്നാൽ നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലുള്ള ഒരു ആളുകളെയാണ് ഇവർ തിരഞ്ഞെടുക്കുക. ഓക്കെ, ആളുകൾക്ക് സാലറി കൊടുക്കുന്നതല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. Then forecast of manpower requirements. A requisition or an intent for recruitment should be submitted by the line official. The intent should be then checked against the post allotted to the department branch. If the intents are found correct, the proposed recruitments are authorized and the initial pay, the scale and other admissible allowances are decided in the end. Job specification and the man specification are decided in consultation with the line managers. Requisition or an intent എന്ന് പറയുകയാണെങ്കിൽ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ ഷോർട്ടേജ് വരികയാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റില് സ്റ്റാഫിന് ഷോർട്ടേജ് വരുന്നു. ഇങ്ങനെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാല് അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡാണ്. ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ഷോർട്ടേജ് വരുന്നത് അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണ്? അവിടുത്തെ ഹെഡാണ് എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനെയാണ് എന്ത് പറയാ, റിക്വസിഷൻ ഓർ ആൻ ഇന്റന്റ് എന്ന് പറയാ കേട്ടോ. അതായത് ഷോർട്ടേജ് വരുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് അവിടുത്തെ ഹെഡാണ്. സോ അത് ചെക്കിങ് ചെയ്ത് അങ്ങനെ ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാല്, അതായത് വേക്കൻസി, അതായത് ഒരാള് പോകുമ്പോ തന്നെ അവർക്ക് അറിയാൻ പറ്റും, ഹെഡിന് അറിയാൻ പറ്റുള്ളൂ ഒരാൾ പോവാൻ നിൽക്കുകയാണോ അല്ലെങ്കിൽ പോയി കഴിഞ്ഞോ എന്നൊക്കെ അവർക്കറിയാൻ പറ്റും. ആ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡിന് അറിയാൻ പറ്റും. അപ്പൊ ഇത് പരിശോധിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് അയക്കേണ്ടത് ആരാണ്? ഹെഡാണ്. ഇങ്ങനെ അയക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേറോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സാലറി എന്താണെന്ന് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. അതായത് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാഫ് അവിടെ നിന്ന് പെട്ടെന്ന് പോവാണ്, റിസൈൻ ചെയ്ത് പോകുമ്പോൾ അദ്ദേഹം മേടിച്ചിരുന്ന സാലറി എത്രയാണെന്ന്, ഏത് സ്റ്റാഫാണ് പോയത്, അവര് മേടിച്ചിരുന്ന സാലറി, അവരുടെ പോസ്റ്റ് എന്നീ കാര്യങ്ങൾ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുക, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മറ്റൊരാളെ ഇതിനു വേണ്ടി ഹയർ ചെയ്യുക. ദാറ്റ് ഈസ് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് കേട്ടോ. ഒരു ഡിപ്പാർട്ട്മെന്റില് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാല് ഏത് സ്റ്റാഫാണോ പോകുന്നത് അവരുടെ ഡീറ്റെയിൽസ്, അവര് മേടിച്ചിരുന്ന സാലറി, ദാറ്റ് ഈസ് പേറോൾ, അത് എത്രയാണെന്ന് റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് ആ ഒഴിവിലേക്ക് നിയമനം നടത്തുക. ഓക്കെ, ക്ലിയർ ആണോ? തന്നെ അടുത്തത് നോക്കാം. ഒന്നും കൂടി പറയണോ? ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാല് എക്സാമ്പിൾ സഹിതമാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഒരു ഹോസ്പിറ്റൽ, ഒരു ഡിപ്പാർട്ട്മെന്റ്, ഉദാഹരണം നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്, അതിൽ നിന്ന് ഒരു സ്റ്റാഫ് നേഴ്സ് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോവാണ്. അപ്പൊ ആ സ്റ്റാഫ് നേഴ്സിന്റെ ഒഴിവിലേക്ക് ഒരു വേക്കൻസി ഉണ്ടാവുമല്ലോ, അവര് പോകുമ്പോൾ എന്തായാലും അവിടെ ഒരു വേക്കൻസി ഉണ്ടാകും. ഈ വേക്കൻസി ആരാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? അവിടെയുള്ള ഹെഡ്, അതായത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് കാര്യമാണ് അവിടെ പരിശോധിക്കുക? അവരുടെ സാലറി എത്രയാണെന്ന് പരിശോധിക്കും. അവർ മേടിച്ചിരുന്ന തുക എത്രയാണെന്ന് പരിശോധിച്ചിട്ടാണ് റിപ്പോർട്ട് അയക്കുക. ദെൻ റിപ്പോർട്ട് അയച്ചതിന് ശേഷം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് റിപ്പോർട്ട് അയക്കുന്നത്. റിപ്പോർട്ട് അയച്ചതിന് ശേഷം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് എന്ത് ചെയ്യുക, ആ വേക്കൻസിയിലേക്ക് ആളുകളെ അപ്പോയിന്റ് ചെയ്യുക. സ്റ്റാഫ് നേഴ്സിന്റെ വേക്കൻസി ആണെങ്കിൽ ആ സ്റ്റാഫ് നേഴ്സിന്റെ വേക്കൻസിയിലേക്ക് എന്ത് ചെയ്യുന്നു, ആളുകളെ ഹയർ ചെയ്യും. ഇപ്പൊ മനസ്സിലായോ കാരുണ്യ? ഓക്കെ. അടുത്തത് ഡെവലപ്മെന്റ് ഓഫ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇന്റേണൽ സോഴ്സസ്, ദീസ് കൺസിസ്റ്റ് ഓഫ്, അതായത്
ഡെവലപ്മെന്റ് ഓഫ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റിന്റെ സോഴ്സുകൾ എന്തൊക്കെയാണ്. ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് റിക്രൂട്ട്മെന്റിന്റെ സോഴ്സസുകൾ. ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് കമന്റ് ചെയ്തേ. എന്തൊക്കെയാണ് സോഴ്സ് ആയിട്ട് വരിക? സോഷ്യൽ മീഡിയ, പിന്നെ പോസ്റ്ററുകള്, ന്യൂസ് പേപ്പർ, ആഡ്. നിങ്ങൾക്ക് അറിയാം അല്ലെ? അതിനെയാണ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ റിക്രൂട്ട്മെന്റിന്റെ സോഴ്സുകൾ ഡെവലപ്പ് ആവുന്നത്? ആ ഒരു സ്റ്റേജ് ആണ് ഇനി പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഇന്റേണൽ സോഴ്സസ്. ആദ്യത്തേതാണ് ഇന്റേണൽ സോഴ്സസ്. These consist of personnel who are already on the payroll of an organization, its present working force. Whenever any is reported, somebody from within the organization will be upgraded, transferred, promoted, or sometimes demoted. Okay, അതായത് ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് ആ സ്ഥാപനത്തില് സാലറി കൈപ്പറ്റുന്ന വ്യക്തികളിലൂടെയാണ് ആ ഹോസ്പിറ്റലിന്റെ ഇന്റേണൽ സോഴ്സ് റിക്രൂട്ട്മെന്റ് നടത്തുക. ഒന്നുകൂടി പറഞ്ഞുതരാം, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, അതാണ് കുറച്ചുകൂടി ബെറ്റർ. അതായത് ഒരു സ്ഥാപനത്തിനുള്ളില് ആളുകൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ ആ സ്ഥാപനത്തിൽ നിന്ന് സാലറി കൈപ്പറ്റുന്നുണ്ടെങ്കിൽ, അവിടെ നിന്ന് എന്ത് ചെയ്യും? ആളുകളെ ഹയർ ചെയ്യും, ആളുകളെ അപ്പോയിന്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? അല്ല, അപ്പൊ നിങ്ങൾ വിചാരിക്കുക അവർക്ക് ഓൾറെഡി ജോലി ഉണ്ട്, പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും അവർ അപ്പോയിന്റ് ചെയ്യുക? എന്തിനായിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ. എങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ് നടക്കുക? അവിടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകള് അവരിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വീണ്ടും അപ്പോയിന്റ്മെന്റ് നടത്തുന്നു. പ്രമോഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു സ്ഥാപനത്തിൽ ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുവാണെങ്കിൽ എന്ത് ചെയ്യാം? ആളുകളെ അപ്പോയിന്റ് ചെയ്യാം. ഏതൊക്കെ കാര്യങ്ങളാണ്? ചില ആളുകൾ ഓർഗനൈസേഷനുള്ളിൽ നിന്ന് ചില പോസ്റ്റുകളിലേക്ക് അപ്ഗ്രേഡഡ് ആയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അതായത് ഉയർന്ന പൊസിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയിട്ടുണ്ടെങ്കിൽ, ചിലപ്പോ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രൊമോട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ, പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കില്ലേ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ദെൻ ഡിമോട്ടഡ്, അതായത് ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക്, അതായത് ഈ ജോലികളിലേക്ക് ആവുക, അതായത് പണിഷ്മെന്റ് കൊടുക്കില്ലേ നമ്മള്, താഴേക്കിടയിലുള്ള ജോലി ചെയ്യാം, അതാണ് ഡിമോട്ടഡ് എന്ന് പറയുന്നത്. ഇപ്പോ എക്സാമ്പിൾ സഹിതം പറഞ്ഞു തരാണെങ്കിൽ, ഒരു സ്ഥാപനത്തില് ഇപ്പൊ കാരുണ്യ എന്ന് പറയുന്ന കാരുണ്യ കളരിക്കല് ഒരു സ്ഥാപനത്തില് സൂപ്പർവൈസർ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം പറയാണ്, മോളുടെ ജോലിയുടെ ആ പെർഫോമൻസ് കണ്ടിട്ട് അപ്ഗ്രേഡ് ചെയ്തു. അതായത് മോളെ സൂപ്പർവൈസറിൽ നിന്ന് സീനിയർ മാനേജർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് ഇട്ടു. അപ്പൊ അവിടെ ഏത് ഒഴിവാ വരിക? ഒന്ന് കമന്റ് ചെയ്തേ. ഏത് ഒഴിവാ വരിക? അവിടെ ഏതാ വേക്കൻസി വരിക? ഏത് വേക്കൻസി വരും അവിടെ? വേക്കൻസി ഏതാ? സൂപ്പർവൈസറിൽ നിന്ന് സീനിയർ മാനേജറിലേക്ക് ഇട്ടു. അപ്പൊ സൂപ്പർവൈസറിന്റെ വേക്കൻസി അവിടെ ഒഴിവ് വന്നു അല്ലെ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ആ സ്ഥാപനത്തിലെ മറ്റാളുകളിലുള്ള ആരെങ്കിലും ഒരാളെ ആ സൂപ്പർവൈസർ ആയിട്ട് നിയമിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഇന്റേണൽ സോഴ്സസ്. ഓക്കെ, അതായത് ആ സ്ഥാപനത്തിനുള്ളിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് അവിടെ ഹയർ ചെയ്യുക. രണ്ടാമത്തേത് ട്രാൻസ്ഫർ ചെയ്തു. ചില ആളുകൾക്ക് പേഴ്സണൽ മാറ്റർ കൊണ്ട് ട്രാൻസ്ഫർ മേടിച്ചു പോകാം, അല്ലെങ്കിൽ കമ്പനി തന്നെ ട്രാൻസ്ഫർ കൊടുക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തില് ഈ സൂപ്പർവൈസർ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നു വിചാരിക്കുക. സൂപ്പർവൈസർ വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി പോവാണ്. അപ്പോഴും ആ സ്ഥാപനത്തിന്റെ സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് ഒഴിവ് വന്നിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? വേറെ ആളുകളെ നിയമിക്കും. then ഒരാള് പ്രൊമോട്ട് ചെയ്തു, പ്രൊമോഷൻ സഹിതം വേറെ സ്ഥലത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയോ ചെയ്യുവാണ്. അപ്പോഴും എന്ത് ചെയ്യാണ്? അയാൾ ചെയ്തിരുന്ന ജോലിക്ക് അവിടെ ഒഴിവ് വരും. അപ്പൊ എന്ത് ചെയ്യും? വേറെ സ്റ്റാഫിനെ നിയമിക്കും. ഇനി സൂപ്പർവൈസർ ജോലി ചെയ്തിരുന്ന ആള് എന്താ പറയാ, എന്തെങ്കിലും അയാളുടെ വർക്കിൽ എന്തെങ്കിലും കറക്ഷൻ കാണിച്ചു എന്ന് വിചാരിക്കാം, അയാൾക്ക് എന്ത് കൊടുക്കും? പണിഷ്മെന്റ് കൊടുക്കും. അപ്പൊ സൂപ്പർവൈസർ ആയിരുന്ന ആള് ചിലപ്പോ സ്വീപ്പർ ആകാം. ഓക്കെ, അപ്പോഴും എന്തിന്റെ ഒഴിവ് അവിടെ വരും? സൂപ്പർവൈസറിന്റെ ഒഴിവ് വരും. അപ്പൊ വേറെ ആളുകളെ എന്ത് ചെയ്യാം? നിയമിക്കാം. അപ്പൊ ആ സ്ഥാപനത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആളുകളെ നിയമിക്കുന്ന ഒരു സോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. then അടുത്തത് എക്സ്റ്റേണൽ സോഴ്സ് ആണ്. എക്സ്റ്റേണൽ സോഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് നിയമിക്കുന്നത് കേട്ടോ. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് നോക്കാം എന്താണ് എക്സ്റ്റേണൽ സോഴ്സ്. ദിസ് സോഴ്സ് ഇറ്റ്സ് കൺസിസ്റ്റ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ യൂഷ്വലി ഇൻക്ലൂഡ്, അതായത് ഒരു സ്ഥാപനത്തിന്, അതായത് ഈ ഒരു നമ്മൾ ഇന്റേണൽ പറഞ്ഞപ്പോൾ ആ സ്ഥാപനത്തിനകത്ത് തന്നെ അല്ലെ ആളുകളെയാണ് നിയമിക്കുന്നത്. എന്നാൽ എക്സ്റ്റേണൽ സോഴ്സ് പറയുമ്പോൾ ആ സ്ഥാപനത്തിന് പുറത്ത് നിന്നുള്ള ആളുകളെയാണ് എന്ത് ചെയ്യുക, ആ സ്ഥാപനത്തിലേക്ക് നിയമിക്കുക. അപ്പോ പല വേയിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റേണൽ സോഴ്സ് നമുക്ക് കണ്ടെത്താം. ഫസ്റ്റ് വൺ അവിടെ കൊടുത്തിരിക്കുന്നത് ന്യൂ എൻട്രൻസ് ടു ദ ലേബർ ഫോഴ്സ്, യങ് മോസ്റ്റ്ലി ഇൻഎക്സ്പീരിയൻസ്ഡ് പൊട്ടൻഷ്യൽ എംപ്ലോയി, ദ കോളേജ് സ്റ്റുഡന്റ്. അതായത് ആദ്യത്തെ ടൈപ്പ് ആളുകൾ എന്ന് പറഞ്ഞാല് നമ്മൾ ക്യാമ്പസ് ഇന്റർവ്യൂ ഒക്കെ നടത്തുമല്ലോ, ജോബ് ഫെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി ഏറ്റവും സ്യൂട്ടായിട്ട് പറയുകയാണെങ്കിൽ ക്യാമ്പസ് ഇന്റർവ്യൂസ് ആണ്. അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യാണ്. അവര് ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്, അതായത് അവർക്ക് ഒന്നും തന്നെ എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഇല്ല. കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവില് ഫൈനൽ ഇയർ ആവുമ്പോൾ ഇന്റർവ്യൂ നടത്തുന്നു. ദെൻ അവരെ അപ്പൊ തന്നെ സെലക്ട് ചെയ്ത് അവരെ അപ്പോയിന്റ് ചെയ്യും. അവർക്ക് കാര്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ അവരുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, അവരെ കമ്പനികൾ അപ്പോയിന്റ് ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് കോളേജ് സ്റ്റുഡൻസ്. ഓക്കെ, അപ്പൊ ആ ഒരു അതെന്ന് പറയുന്നത് ഒരു സോഴ്സ് ആണ്. കോളേജ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഒരു സോഴ്സ് ആണ്. അവർ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റേണൽ സോഴ്സ് ആണ് കേട്ടോ. ദെൻ രണ്ടാമത്തെ പോയിന്റ്, അതായത് ഈ ഒരു എക്സ്റ്റേണൽ സോഴ്സസിന്റെ ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് കോളേജ് സ്റ്റുഡൻസിനെ അപ്പോയിന്റ് ചെയ്യാണ്. അതായത് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എന്ത് ചെയ്യാം, കോളേജ് സ്റ്റുഡൻസിനെ അപ്പോയിന്റ് ചെയ്യും. അവര് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണ്, കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. എന്നാൽ കമ്പനികള് എന്താണ്, ഈ ഒരു യങ് ആയിട്ടുള്ള ആളുകളെ തേടി എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ഇന്റർവ്യൂസും മറ്റുമൊക്കെ നടത്താറുണ്ട്. അതിന് ഉദാഹരണമാണ് ക്യാമ്പസ് ഇന്റർവ്യൂസ്. അപ്പോ ഇത്തരത്തിലുള്ള കുട്ടികളെ അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള ആളുകളെ, അതും എക്സ്പീരിയൻസ് ഇല്ലാത്തവർ എന്ത് ചെയ്യുന്നു, ജോലിക്കായിട്ട് എടുക്കും. അതൊരു സോഴ്സ് ആണ്. ക്ലിയർ ആയോ നെച്ചു? മനസ്സിലായോ? രണ്ടാമത്തെ സോഴ്സ് എന്ന് പറഞ്ഞാല് ദ അൺഎംപ്ലോയിഡ് വിത്ത് എ വൈഡ് റേഞ്ച് ഓഫ് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്. നമുക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളത് തൊഴിൽ രഹിതരാണ്, അൺഎംപ്ലോയിഡ്. പക്ഷെ അവർക്ക് നല്ല രീതിയിലുള്ള കഴിവുകളും യോഗ്യതകളും ഉണ്ടാകും, പക്ഷെ തൊഴിലുണ്ടാവില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് കുറെ കാലം പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട്, അതായത് കോളേജ് കാലഘട്ടമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകൾ വെറുതെ ഇരുന്ന് ചിലപ്പോ വേണമെങ്കിൽ 1-2 മാസം ചില സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്ത ജോലി കാരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ജോലിക്ക് പോകാത്ത, ജോലിയും ഇനിയും തേടി പിടിക്കാത്ത ധാരാളം ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ അൺഎംപ്ലോയിഡ് എന്ന് പറയാം. പക്ഷെ ഇവർക്ക് നല്ല ടാലന്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ധാരാളം സ്കില്ലുകൾ ഉണ്ടാകും. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാം, ഇത്തരത്തിലുള്ള ആളുകളെയാണ് ഏറ്റവും കൂടുതൽ കമ്പനികള് അവരുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞ കോളേജ് സ്റ്റുഡൻസ് ആണെന്ന്. അവർക്ക് അവിടെ ചാൻസ് തേടി പോകേണ്ട ആവശ്യമില്ല, കാരണം അവരെ തേടിയാണ് ആ ചാൻസ് അങ്ങോട്ട് ചെയ്യുന്നത്. പക്ഷെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാല് അവർക്ക് ചാൻസസ് ഇവർ അലഞ്ഞു നടക്കണം കുറെ, എന്നാൽ മാത്രമാണ് എന്ത് കിട്ടുക, അവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത് കിട്ടുക. ഇവരാണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടത് ഇന്റർവ്യൂസിൽ കേട്ടോ. ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം, ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ രണ്ടാമത്തെ കൂട്ടർ അതാണ്. ദെൻ മൂന്നാമത്തത് റിട്ടയർഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ്. ഇങ്ങനെയുള്ള വ്യക്തികളെ എന്ത് ചെയ്യാറുണ്ട്, ഹയർ ചെയ്യാറുണ്ട് അല്ലെ. അതായത് എന്തെങ്കിലും ജോലി ചെയ്തിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള വ്യക്തികള്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള
എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ചിലപ്പോൾ അത് നിർത്തിയിട്ടുണ്ടാവും പകുതിക്ക് വെച്ചിട്ട് വേറൊരു ജോലി അന്വേഷിക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ, അതായത് മികച്ച സാലറി, മികച്ച ബെനിഫിറ്റുകൾ, അതൊക്കെ തേടി ചിലപ്പോൾ ചില ജോലികൾ ഉപേക്ഷിച്ച് വേറെ ജോലികൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെയാണ് റിട്ടയർഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ഡി എന്ന് പറഞ്ഞാല് അതേഴ്സ്. അതേഴ്സ് എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ, അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ, നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടാവും അല്ലെ, ഇതിനകത്ത് എത്ര പേര് ഇന്റർവ്യൂസിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? എത്ര പേര് പങ്കെടുത്തിട്ടുണ്ട് ഇന്റർവ്യൂസിന്? ആരും തന്നെ പങ്കെടുത്തിട്ടില്ലേ? ഉണ്ട്. നമ്മളൊരു ഇന്റർവ്യൂവിന് ചെന്ന് കഴിയുമ്പോൾ ഒരു സ്ഥാപനത്തിൽ പല ടൈപ്പ് ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനിപ്പോ ഈ പറഞ്ഞ 4 ടൈപ്പ് ആളുകളെയും അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ചെല്ലുമ്പോൾ ഒരു വിഭാഗം അവിടെ കോളേജ് സ്റ്റുഡൻസ് ആയിട്ട് വന്ന് നിൽപ്പുണ്ട്. യങ് ആയിട്ട്, അതായത് പഠിച്ചിറങ്ങി അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വരെ നിൽക്കാറുണ്ട് ഇന്റർവ്യൂസിന്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അൺഎംപ്ലോയിഡ് ആണ്. ഏറ്റവും കൂടുതൽ ആളുകൾ എന്ന് പറയുന്നത് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ. ആ ഒരു വിഭാഗത്തെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ചിലവരാണെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ്, അവരുടെ നിൽപ്പൊക്കെ കണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരു ഏകദേശം ഈ ഒരു മേഖലയില് പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളവരാണെന്ന്. ഡി എന്ന് പറഞ്ഞ അതേഴ്സ് ആണ്. അതേഴ്സ് എന്ന് പറയുന്നത് റെക്കമെൻഡേഷൻ മൂലം വന്നിട്ടുള്ള ആളുകൾ. നമ്മൾ ചില സ്ഥലത്തൊക്കെ ഇന്റർവ്യൂസിന് പോകുമ്പോൾ ചിലപ്പോ അവിടെ ഒരു വേക്കൻസി ആയിരിക്കും റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ നല്ല മികച്ച രീതിയിൽ പെർഫോം ഒക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങി വരും. പക്ഷെ പിന്നീടാണ് അറിയുക അതിനകത്ത് ഓൾറെഡി ഒരാളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാകും. ദാറ്റ് ഈസ് എന്താണ് റെക്കമെൻഡേഷൻ. റെക്കമെൻഡേഷൻ വഴി ഒരു സ്ഥാപനത്തിൽ ഒരാളെ എടുക്കുന്നു, പക്ഷെ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ഇന്റർവ്യൂ നടത്തിയെന്ന് കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകളെ ഹയർ ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഇന്റർവ്യൂ നടത്തുന്ന ഒരു രീതിയുണ്ട്. അപ്പോ അതേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. റെക്കമെൻഡേഷൻ വഴി അപ്പോയിന്റ് ചെയ്യുന്നവര്. ഓക്കെ, ക്ലിയർ ആയോ? ദെൻ മെത്തേഡ്സ് അടുത്തത് കേട്ടോ. അടുത്തത് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റിന്റെ മെത്തേഡുകൾ അല്ലെങ്കിൽ ടെക്നിക്കുകൾ എങ്ങനെയാണ്, ഇങ്ങനെ ഏതൊക്കെ മെത്തേഡുകളിലൂടെയാണ് റിക്രൂട്ട്മെന്റ് നടത്തുക? ഓക്കെ, ഫസ്റ്റ് വൺ ഡയറക്റ്റ് മെത്തേഡ് ആണ്. This consists of sending traveling recruiters to educational and professional institution. Employees contact with the public and managed exhibits. One of the widely used direct method is that of sending recruiters to college and technical schools. അതായത് ഇങ്ങനെയുള്ള റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാല്, ഡയറക്റ്റ് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല പല സ്ഥാപനത്തിലേക്ക്, അതായത് കോളേജുകളിലേക്കും അതുപോലെ തന്നെ പല പല പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകളെ അയക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു കോളേജ് സ്റ്റുഡൻസിനൊക്കെ എന്ത് ചെയ്യേണ്ട, ചാൻസസ് ഒന്നും അന്വേഷിച്ചു പോകണ്ട, അവരെ തേടിയാണ് എന്ത് വരിക, ചാൻസസ് വരിക. അപ്പൊ കമ്പനികൾ എന്ത് ചെയ്യും, കമ്പനികളിൽ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകും, പ്രത്യേകമായിട്ട് ഇന്റർവ്യൂവിനൊക്കെ ട്രെയിൻ ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അവരെ എന്ത് ചെയ്യും, കമ്പനി ഈ ക്യാമ്പസ് ഇന്റർവ്യൂ ഒക്കെ നടത്താനായിട്ട് വിടും. ജോബ് ഫെയർ ഒക്കെ നടത്താൻ, ജോബ് ഫെയറിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള ആളുകളല്ലേ, അവിടെ നിങ്ങൾക്ക് അറിയാം 5-6 പേര് പാനലായിട്ട് ഇരുന്ന് ആളുകളെ ഇന്റർവ്യൂ ചെയ്ത് അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെയുള്ളൊരു രീതി, ജോബ് ഫെയർ, ക്യാമ്പസ് ഇന്റർവ്യൂ, അങ്ങനെയുള്ള മെത്തേഡിലൂടെ ആളുകളെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? രണ്ടാമത്തെ മെത്തേഡ് ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ്. ഓക്കെ, അഡ്വർടൈസിംഗ് ഇൻ ന്യൂസ് പേപ്പേഴ്സ്, ഓൺ ദ റേഡിയോ, ഇൻ ട്രേഡ് ആൻഡ് പ്രൊഫഷണൽ ജേർണൽസ്, ടെക്നിക്കൽ മാഗസീൻ and brochures are mostly included in this method. Indirect method എന്ന് പറഞ്ഞാല് നേരത്തെ നമ്മൾ പറഞ്ഞാണ്, ന്യൂസ് പേപ്പറിലൂടെയോ അല്ലെങ്കിൽ റേഡിയോയിലൂടെയോ അതുപോലെ ജേർണൽസ്, മാഗസീൻസ്, ബ്രൗഷേഴ്സ്, ഇതിലൊക്കെ കൂടി ഇന്റർവ്യൂ നടത്തുന്ന അറിയിപ്പ് കൊടുക്കുക. ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് മെത്തേഡ്. റിക്രൂട്ട്മെന്റിന്റെ മറ്റൊരു രീതിയാണ് എന്ത്, ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തേതാണ് third party method. The use of commercial or private employment agencies, state agencies, placement officers of schools, college and professional association, recruiting firms, management consulting firms, friends and relatives.
ഇതെന്താണ്? അതായത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നാണ് തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെ. അതായത് ഏജൻസി വഴി എന്ത് ചെയ്യാം, റിക്രൂട്ട്മെന്റിന് നമ്മള് ചാൻസ് ചോദിച്ചു പോവുക. അപ്പൊ നമുക്കറിയാം നിങ്ങളിൽ പലരൊക്കെ ചെയ്തിട്ടുണ്ടാകും ഏതെങ്കിലും ഏജൻസീസ്, അത് സ്റ്റേറ്റ് ഏജൻസി ആവാം, പ്ലേസ്മെന്റ് ഓഫീസ് ആവാം, കോളേജ് ആൻഡ് പ്രൊഫഷണൽ അസോസിയേഷൻ. ഇപ്പൊ നമ്മളൊക്കെ ജോലി കിട്ടുന്ന ആ ഒരു ടൈമില് നമ്മുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ നമ്മൾ കുറെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല ഉള്ള ഒരവസ്ഥയിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഏജൻസിയിൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യും അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും, നമ്മൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള നമ്മുടെ യോഗ്യതയ്ക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഒരു ജോലി വരുമ്പോൾ അവർ നമ്മളെ അറിയിക്കും. നമ്മൾ അറിയിച്ചിട്ട് നമ്മള് ചിലപ്പോ അതിന് സെലക്ട് ആയി കഴിഞ്ഞാല് നമ്മുടെ ഫസ്റ്റ് സാലറിയുടെ ഒരു പങ്ക് ആർക്ക് കൊടുക്കണം, ആ ഒരു ഏജൻസിക്ക് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ പുറത്തേക്കൊക്കെ ധാരാളം ആളുകൾ ജോലി തേടി പോകുന്നുണ്ട് അല്ലെ. ഏജൻസി മുഖേനയാണ് എന്ത് ചെയ്യുക, മറ്റൊരു വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോവുക. അപ്പൊ ആ ഏജൻസിക്ക് എന്ത് കൊടുക്കേണ്ടതുണ്ട്, പൈസ നമ്മൾ കെട്ടിവെക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയും എന്ത് നടത്താം, സ്ഥാപനങ്ങള് റിക്രൂട്ട്മെന്റുകൾ നടത്താം. ഓക്കെ, അപ്പൊ അതാണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിലൂടെയോ നമ്മൾ ഇങ്ങനെയുള്ള നിയമനങ്ങളുടെ ഒരു വാർത്ത അറിയുവാണെങ്കിൽ അതും എന്താണ്, റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ഉൾപ്പെടുന്നത് തേർഡ് പാർട്ടി മെത്തേഡാണ്. അവരിലൂടെയാണ് നമ്മൾ ഇൻഫോർമേഷൻ അറിയുന്നതെങ്കിൽ അതൊരു തേർഡ് പാർട്ടി മെത്തേഡായിട്ടാണ് ഇവിടെ കണക്കാക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്ന കേട്ടോ. ഓക്കെ, അടുത്തത് ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. Method of assessment of the recruitment program. Recruiting sources should be periodically assessed. For this purpose, the criteria may be the cost per applicant, the applicant hiring ratio, tenure, performance appraisal, etc. അതായത് ഇവിടെ പറയുന്നത് ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഇടയ്ക്കിടെ ഇവാലുവേറ്റ് ചെയ്യും. ആ കമ്പനി തന്നെ എന്ത് ചെയ്യാറുണ്ട്, ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് അതിനകത്ത് നോക്കുന്നതെന്ന് നോക്കാം. അതായത് റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ ഒരു ആപ്ലിക്കന്റിനാവുന്ന പോസ്റ്റ് എത്രയാണെന്ന് അവർ നോക്കാറുണ്ട്. ഇപ്പൊ ചില സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ എക്സാം ഒക്കെ ആയിട്ട് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എക്സാം പേപ്പറിന്റെ കോസ്റ്റ്, അതുപോലെ തന്നെ പെന്ന് കൊടുക്കുകയാണെങ്കിൽ പെന്നിന്റെ കോസ്റ്റ്, ത്രെഡ് നൂലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് ഒക്കെ ഇവര് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആപ്ലിക്കന്റും ഹയറിംഗ്, അതായത് അവിടെയുള്ള ആപ്ലിക്കൻസ് എത്ര പേരാണ് ആപ്ലിക്കേഷൻ കൊടുത്തത്, അതിനകത്ത് എത്ര പേരെയാണ് സെലക്ട് ചെയ്തത്, അതിന്റെ റേഷ്യോ നോക്കാറുണ്ട് അവര്. അതുപോലെ ടെന്യുവർ, കാലാവധി നോക്കാറുണ്ട്. അതായത് ആളുകളുടെ ജോലിക്കെടുത്ത ആളുകളുടെ കാലാവധി. അതുപോലെ തന്നെ അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ടെന്യുവർ നോക്കാറുണ്ട്. ദെൻ പെർഫോമൻസ് അപ്രൈസൽസ്, അവര് കാഴ്ചവെക്കുന്ന പെർഫോമൻസിന്റെ ഇവാലുവേഷനും കൂടി അവര് നടത്താറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ് ഈ ഒരു ഇതിലായിട്ട് വരുന്നതാണ് കേട്ടോ, മെത്തേഡ് റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമിൽ വരുന്നത്. പിന്നെ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മെത്തേഡ്സ് ഓഫ് ടെക്നിക്സ് റിക്രൂട്ട്മെന്റ് പോയിന്റ് ചെയ്യുക, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, തേർഡ് പാർട്ടി. ദെൻ അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, ഇന്റേണൽ, എക്സ്റ്റേണൽ, ആ 4 പോയിന്റ് കേട്ടോ. ഓക്കെ, ദെൻ മൈക്ക് ഓൺ ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നമ്മള് ഇന്റർവ്യൂസിന് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇന്റർവ്യൂസിന് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക. സിമ്പിൾ ആയിട്ടുള്ള, നിങ്ങൾക്കുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിളും എന്നാൽ നല്ല വൃത്തിയുള്ളതുമായിട്ടുള്ള ഒരു ഡ്രസ്സ് ധരിക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഓർണമെന്റ്സ് ധരിക്കുക. അതായത് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ സ്റ്റഡ് ഉപയോഗിക്കാം കാതില്, അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ചെയിൻ, അതുപോലെ തന്നെ വാച്ച്. ഒരു വാച്ച് എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ആളുകള്, അതൊക്കെ ശ്രദ്ധിക്കുക. ദെൻ ഹെയർ ഒക്കെ പാറി പറന്ന് അങ്ങനെ ഇരിക്കാനൊന്നും പാടില്ല, ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ പോവാ. അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുക. പിന്നെ ഇന്റർവ്യൂ പാനല് ചിലപ്പോ യു ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഷേപ്പിലായിരിക്കും ഇന്റർവ്യൂ പാനൽ ഉണ്ടായിരിക്കുക. അപ്പൊ അതിന്റെ നേരെ ചെന്നിരിക്കുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കുക, ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുക. അവർ പറയുന്ന ചോദ്യങ്ങൾക്ക് ഷാർപ്പായിട്ട് മറുപടി പറയുക. നമ്മുടെ കാഴ്ചപ്പാടുകള് അവരോട് വ്യക്തമായിട്ട് പറയുക. അങ്ങനെയുള്ള ആളുകളെയാണ് സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്യുക കേട്ടോ. ഒരിക്കലും ഒരാൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ മിണ്ടാതിരിക്കാനായിട്ട് പാടില്ല. നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള വ്യൂ പോയിന്റ്സ് ഉണ്ടായിരിക്കണം.
ഓക്കെ, അങ്ങനെയുള്ള ആളുകളെയാണ് സ്ഥാപനത്തിന് ആവശ്യമായിട്ട് വരിക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇതുമായിട്ട് ഡൗട്ട് ഒന്നുമില്ലല്ലോ ഇനി? എല്ലാം ക്ലിയർ അല്ലേ നിങ്ങക്ക്? യെസ് മാം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ മാം. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു.